ഹായ്, എയർസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോർജ് ഫ്ലോയിഡിൻ്റെ മരണവും ഐതിഹാസിക സമരവും. കറുത്ത വർഗ്ഗക്കാരനായിരുന്ന ജോർജ് ഫ്ലോയിഡിനെ 2020 മെയ് 25 വ്യാജ കറൻസി കൈവശം വെച്ചെന്ന കുറ്റം ആരോപിച്ച് വെള്ളക്കാരായ പോലീസുകാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് വർണ്ണവെറിക്കെതിരെ അമേരിക്കയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അരങ്ങേറിയ ഐതിഹാസിക സമര പ്രതിഷേധങ്ങളുടെ 6ാം വാർഷികമാണിന്ന്. മെയ് 26 വെള്ളവംശീയവാദത്തിനെതിരെ വലിയ ജനക്കൂട്ടം മിനിയാപോളിസ് സെൻറ്റ് പോൾ പ്രദേശത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ഫ്ലോയിഡിനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. 2020 മെയ് 25 അമേരിക്കയിലെ മിനിസോഡ മിനിയാപോളിസ് നഗരത്തിൽ പൗഡർ ഹോണിലാണ് ജോർജ് ഫ്ലോയിഡിൻ്റെ കൊലപാതകം നടന്നത്. ഡെറക് ഷോവിൻ എന്ന കുറ്റാരോപിതനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഏകദേശം 8 മിനിറ്റ് 46 സെക്കൻഡ് സമയം ഫ്ലോയിഡിൻ്റെ കഴുത്തിൽ മുട്ടുകുത്തി ശ്വാസം മുട്ടിച്ചപ്പോഴാണ് മരണം സംഭവിച്ചത്. ഇതിൽ 2 മിനിറ്റ് 53 സെക്കൻഡ് സമയം ഫ്ലോയിഡിൻ്റെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നേ, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ശ്വാസം മുട്ടുന്നേ എന്ന് ജോർജ് ഫ്ലോയിഡ് പലതവണ യാചിച്ചിരുന്നു. തോമസ് കെ ലെയ്ൻ, ടൗ താവോ, ജെ അലക്സാണ്ടർ കുവിങ് എന്നിവരാണ് കുറ്റാരോപിതരായ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ. ഇവർ ചേർന്നാണ് ഫ്ലോയിഡിനെ അറസ്റ്റ് ചെയ്തത്. ഫ്ലോയിഡ് പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പോകാതെ ലെയ്ൻ കാലുകൾ അമർത്തിപ്പിടിച്ചപ്പോൾ മറ്റൊരു പോലീസുകാരനായ കുവിങ് ഫ്ലോയിഡിനെ തടഞ്ഞു നിർത്തി. അതേസമയം താവോ സമീപത്ത് ഇതെല്ലാം നോക്കി നിന്നു. അറസ്റ്റ് വ്യാജ ഡോളർ സംശയിച്ച്. മിനിസോഡയിലെ പൗഡർ ഹോണിൽ 2020 മെയ് 25 രാത്രി 8 മണിക്ക് ശേഷമാണ് ഫ്ലോയിഡ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഫ്ലോയിഡ് വ്യാജ ഡോളർ നൽകിയെന്ന ഒരു പലചരക്കുകട ജീവനക്കാരൻ സംശയം പ്രകടിപ്പിച്ചപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് പോലീസിന്റെ വാദം. അറസ്റ്റ് കാഴ്ചക്കാരുടെ സ്മാർട്ട് ഫോണുകളിൽ പകർത്തപ്പെട്ടിരുന്നു.